ലവനും കുശനും സീതയുമായി ഗൗരിയും അനുശ്രീയും ലക്ഷ്മിയും സ്റ്റേജിലെത്തിയപ്പോൾ മനോഹരമായ ലവണാസുരവധം പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. 3 പേരും വർഷങ്ങളായി കലോത്സവ വേദിയിൽ എത്തുന്നതിന് പിന്നിൽ നല്ലൊരു സൗഹൃദത്തിന്റെ കഥ കൂടിയുണ്ട്. കാണാം വിശേഷങ്ങൾ. മത്സരങ്ങൾ പലപ്പോഴും നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു സൗഹൃദമാണ് എൻ്റെ ഈ പുറകിലായിട്ട് കാണുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ മുഖങ്ങളാണ്. എല്ലാ വർഷവും വരുന്ന കുട്ടികളാണ്. ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി മത്സരത്തിനാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് മോളുടെ പേര്? ഗൗരിപ്രിയ. മോളുടെ പേരെന്താ? ലക്ഷ്മി നന്ദന. മോളുടെയോ? അനുശ്രീ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ലാസ്റ്റ് മത്സരമാണ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ഇപ്പോൾ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഇത്രയും കാലമായിട്ട് ഇവിടെ വരുവാണ്, എല്ലാ വർഷവും കഥകളി മത്സരത്തിന് തന്നെയാണല്ലേ എത്തുന്നത്? ഇങ്ങനെ ഇത്രയും 4 കൊല്ലം വരുന്നൊന്നും ഒരിത് ഉണ്ടായിരുന്നില്ല. ഇത് ലാസ്റ്റ് കൊല്ലാണ്. ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ ഉണ്ട്. ഇറങ്ങുമ്പോൾ നല്ല വിഷമമുണ്ടോ? വിഷമമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം കളിക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു സങ്കടം ഇപ്പോഴും ഉണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവ വേദികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമില്ലേ? അടുത്ത വർഷം കോളേജിലെത്തുമ്പോൾ ഇനിയും ഇങ്ങോട്ട് കലോത്സവത്തിന് തന്നെ എത്താം. അതെ. എന്തായിരുന്നു നിങ്ങളുടെ കഥകളി? എന്തായിരുന്നു? ലവണാസുരവധം കഥയാണ്. ലവൻ, കുശൻ, സീത ആണ് ക്യാരക്ടേഴ്സ്. അതിൽ ലവനും കുശനും കാട്ടിലേക്ക് കളിക്കാൻ പോകട്ടെ എന്നുള്ളൊരു കഥാസന്ദർഭമാണ്. കാരണം അവർ ആശ്രമത്തിന് ചുറ്റിലും ഒരു രക്ഷാകവചം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവരിതുവരെ പോയിട്ടില്ല. അപ്പോൾ അവരാദ്യമായിട്ട് സീതനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ പോട്ടെ കളിക്കാൻ. അപ്പോൾ അവർ തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷനാണ് സന്ദർഭം. ഇതെന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരും കൂടി വേണം. ഇത് പദാനന്തരാണ്. നമ്മളെ ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ഭാഗമാണ് ഇത്. ജസ്റ്റ് പദത്തിന് മാത്രമായിട്ട് ലാസ്റ്റ് മുദ്രകൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന അവസാന ഭാഗം പദാനന്തരാണ് ഇതിന് പറയാ. കളിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയോ? ഒരുപാട് സന്തോഷം. പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയോ? അപ്പോൾ എന്തായാലും ഇവിടെ സ്കൂൾ കലോത്സവ വേദികൾ മാത്രമേ ഈ കൊച്ചു മിടുക്കികൾക്ക് അവസാനിക്കുന്നുള്ളൂ. ഇനിയും യൂണിവേഴ്സിറ്റി കലോത്സവ വേദികളെല്ലാം തന്നെ ഇവരെ കാത്തിരിക്കുകയാണ്. ക്യാമറാമാൻ ജിഷ്ണു കെ ആറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.